എല്ലാവർക്കും വെൻഡിപ്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ജോബ് ന്യൂസ് അപ്ഡേറ്റുമായിട്ടാണ്. എന്താണ്, മിൽമയിലാണ് ഇപ്പോൾ ജോബ് അപ്ഡേറ്റ്സ് വന്നിട്ടുള്ളത്. തിരുവനന്തപുരം ഡയറി. ഓക്കെ, അപ്പോൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്ന് നോക്കാം. ജൂനിയർ സൂപ്പർവൈസർ ഒഴിവാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരു ഒഴിവാണുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഒഴിവ് കാണുമ്പോൾ ആരും അങ്ങനെ അപേക്ഷിക്കില്ല. കാരണം ആകെ ഒരു ഒഴിവുള്ളൂ, അപ്പോൾ എന്തായാലും എനിക്ക് കിട്ടില്ല എന്നുള്ളൊരു മൈൻഡ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അതിന് യോഗ്യരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇത് ഇൻ്റർവ്യൂ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. നെയിം ഓഫ് പോസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ജൂനിയർ സൂപ്പർവൈസർ ആണ്. ഇനി നാച്ചർ ഓഫ് അപ്പോയിൻമെൻറ്റ് നമുക്കറിയാം, ടെമ്പററി ഓൺ കോൺട്രാക്റ്റ് ആണ്. ഓക്കെ, ടെമ്പററി പോസ്റ്റാണ്. ഓക്കെ, വാക്കൻസി എന്ന് പറയുന്നത് ഒരു വാക്കൻസിയാണുള്ളത്. ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ഇൻ്റർവ്യൂ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻ്റർവ്യൂ വഴിയാണ് എന്ത് ഈ ജോലി കിട്ടുന്നതെന്ന് പറഞ്ഞു. അത് 20-ാം തീയതിയാണ്, ഓഗസ്റ്റ് 20-നാണ്. 10 മണിക്ക് എത്തണം അവിടെ എന്നുള്ളതാണ്. റിമ്യൂണറേഷൻ എന്ന് പറയുന്നത് 23,000 പ്ലസ് പിന്നെ 2,000 TA വരുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് വിത്ത് HDC ഓർ ഫസ്റ്റ് ക്ലാസ് BCom ഡിഗ്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കോർപ്പറേഷൻ ഓർ BSc ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ എന്ന് വരുന്നുണ്ട്. പിന്നെ പീരീഡ് 1 ഇയറിനാണ് വരുന്നത്. ഏജ് എന്ന് പറയുന്നത് 40 വയസ്സ് എന്ത് ചെയ്യരുത്, കവിയരുത്. ഇപ്പോൾ 1/1/2025 ആകുമ്പോഴേക്കും 40 വയസ്സിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ST SC STക്കാർക്കും OBCക്കാർക്കും എന്തുണ്ട്, അധ്യാപിക കാൻഡിഡേറ്റ്സ് ബിലോങ് ടു SC ST ആൻഡ് OBC ആൻഡ് എക്സ് സർവീസ്മാൻ ആസ് പെർ ദ KSC റൂൾ 5 years and 3 years റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ചില ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് 5 വർഷത്തിൻ്റെയൊക്കെ. അപ്പോൾ ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് ഷാൾ അറ്റൻഡ് ദ ഇൻ്റർവ്യൂ വിത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് പ്രൂവിങ് ഏജ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഓൺ ദ സ്റ്റിപ്പുലേറ്റഡ് ഡേറ്റ് അറ്റ് ദ എബോവ് അഡ്രസ്സ്. അപ്പോൾ അഡ്രസ്സ് എവിടെയാണ്, അഡ്രസ്സ് നമ്മൾ ഈ മുകളിൽ കാണുന്ന അഡ്രസ്സാണ് എബോവ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ, എവിടെയാണ്, അമ്പലത്തറ പൂന്തുറ PO തിരുവനന്തപുരം. മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് അഡ്രസ്സൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് അന്വേഷിക്കാതെ എവിടെയാണ് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ തീർച്ചയായിട്ടും അഡ്രസ്സിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. അപ്പോൾ രാവിലെ 10 മണിക്ക് എത്തുന്നതിന് മുമ്പ് 9:55 അഡ്രസ്സ് തപ്പിത്തെറിഞ്ഞിട്ട് പോകാൻ പറ്റില്ല. കാരണം ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ അഡ്രസ്സിനെ കുറിച്ചൊരു ധാരണ 2 ദിവസം മുമ്പേ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യുക, മറ്റു എല്ലാ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഫോട്ടോ എല്ലാതും ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, രാവിലെ 10 മണി കൃത്യം ആവണ്ട, അതിന് മുമ്പ് ഒരു 15-20 മിനിറ്റ് മുമ്പ് നേരത്തെ തന്നെ എത്തുക. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.